ഗുരുസേവയിലൂടെയും നമസ്കാരത്തിലൂടെയും വിനയപൂർവമായ ചോദ്യങ്ങളിലൂടെയും ശിഷ്യൻ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുമെന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. ഗുരുസേവ എന്നാൽ ശ്രീ ഗുരുവിൻ്റെ ശരീരമായ സേവ മാത്രമല്ല, ബാഹ്യമായ നമസ്കാരത്തെക്കാൾ പ്രധാനം ആന്തരികമായ സമർപ്പണ ഭാവമാണ്. നമ്മുടെ വാസന അതിശക്തമാണ്, അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല. എന്നാലും നമ്മൾ ഈ ശാസ്ത്രങ്ങളെടുത്ത് നേടിക്കൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ്. ഗുരുസേവയിലൂടെയും നമസ്കാരത്തിലൂടെയും വിനയപൂർവമായ ചോദ്യങ്ങളിലൂടെയും ശിഷ്യൻ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുമെന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. ഗുരുസേവ എന്നാൽ ശ്രീ ഗുരുവിൻ്റെ ശരീരമായ സേവ മാത്രമല്ല, സാഹചര്യം അനുസരിച്ച് വന്നിരുന്ന എല്ലാ കർത്തവ്യങ്ങളും അതിലുൾപ്പെടും. ബാഹ്യമായ നമസ്കാരത്തെക്കാൾ പ്രധാനം ആന്തരികമായ സമർപ്പണ ഭാവമാണ്. ഗുരുവിനോടുള്ള അനുസരണ തന്നെയാണ് ഏറ്റവും വലിയ ഗുരുപൂജ. എന്നാൽ ശരീര നമസ്കാരത്തിനും മറ്റ് ആചാരങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ വാസന അതിശക്തമാണ്, അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല. എന്നാലും നമ്മൾ ഈ ശാസ്ത്രങ്ങളെടുത്ത് നേടിക്കൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ്. വാസന ശക്തം എന്ന് പറയുമ്പോൾ അമ്മ ഈ അടുത്ത് അമേരിക്കൻ ടൂറിൽ നടന്നൊരു സംഭവം ഓർക്കുകയാണ്. അപ്പോൾ കാലിൽ പണി വെച്ചിരിക്കുക എന്തോ തോന്നി. ഈ ചിലർക്കൊക്കെ നക്ഷത്രങ്ങൾ വെച്ചിട്ട് കുറച്ച് കഷ്ട സമയമാണ്. ഈ സമയത്ത് ഭക്തന്മാരെ കൊണ്ട് അമ്മയ്ക്കും ദുഃഖം ഉണ്ടാവും സമയമാണ്. അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞു, എല്ലാവരും വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കണേ. അത് കാലിഫണിയായിട്ട് തോന്നിയാണ്. അപ്പം ചിക്കാഗോ വന്ന് വണ്ടി വിട്ടപ്പോൾ ഒരു മോൻ ഈ വണ്ടി ഓടിക്കാൻ നിർബന്ധം പിടിക്കുന്ന ഒരാൾ 2 ദിവസം ഉറങ്ങാണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോഴേ സാമൂഹം പോയി പറഞ്ഞ് ഇയാളെ കൊണ്ട് വണ്ടി ഓടിച്ചാൽ ശരിയാകത്തില്ല എന്ന് പോയി പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പിടിവാശി എപ്പോഴും വണ്ടി ഓടിക്കാനാണ്. 72 മണിക്കൂറോളം വണ്ടി ഓടിക്കണം. അന്ന് ദൈവഭാഗം കഴിഞ്ഞ് ചിക്കാഗോന്ന് വണ്ടി ഓടിച്ച് ബോസിലെത്തണം. 10 മണിക്ക് രാവിലെ പ്രോഗ്രാം ഉണ്ട്. 72 മണിക്കൂർ വണ്ടി ഓടിക്കണം. ദൈവഭാവം എങ്ങനെയും സ്പീഡ് വിട്ടിട്ട് 7 മണിക്കുള്ളിൽ അവിടെ നിന്നാണ് വണ്ടി വിടുന്നത്. അപ്പോൾ വണ്ടി വിട്ട് അമ്മയുടെ പുറകെ സാമാരുണ്ടാകും, പിന്നെ ബസ്സുകൾ കാണും. അപ്പോൾ ഒരു മോൻ്റെ വണ്ടി ഉറക്കം തൂങ്ങിയാണോ ഇങ്ങനെ ചെറിയ പോകുമ്പോൾ പുറമുള്ള വണ്ടിക്കാർ വിളിച്ച് പറയുന്നത് കൃപ കൊണ്ട് വേറൊരു വണ്ടി ഇടിച്ച് നിന്നു. അതിനകത്തെല്ലാം സാമാരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ പുറകെ നമ്മുടെ ഡോക്ടർ പ്രിയയിലുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചെന്നൊന്നും അറിയില്ല. കമല് പിടിച്ച് പറഞ്ഞു, വണ്ടിക്ക് തീ പിടിച്ച് പറഞ്ഞ് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. എല്ലാവരും ഉറങ്ങി കിടക്കില്ല. വണ്ടിക്ക് തീ പിടിച്ച് ചിലപ്പോൾ എല്ലാം ചാടി ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരാളുടെ മുട്ട് ഒടിഞ്ഞ പോലെ തോന്നി അയാളെ തത്തി ഇറങ്ങി, ഒരാളുടെ ഭാര്യയിൽ ഒട്ടിയ പോലെ തോന്നി അദ്ദേഹം തപ്പിപ്പിടി ശ്വാസം വിടാങ്ങി. ഒരാളങ്ങനെ ഇരിക്കുകയാണ്, ഒരു മോൻ ഫ്രണ്ടിൽ ഇടിച്ചിട്ട്. ഡ്രൈവർ ഇറങ്ങി. പിന്നെ ആംബുലൻസ് വന്നു. ആംബുലൻസ് ആസ്പത്രിയിൽ കൊണ്ടുപോയി. അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലും കൃപണുണ്ടായിരുന്നു. അത്ര ഗൗരവമില്ല, സീരിയസ് ഒന്നും ഇല്ല എന്നുള്ള അറിഞ്ഞ്. പക്ഷെ എന്നാലും അമ്മയും ആസ്പത്രിയിൽ ചെന്നു. അപ്പം മറ്റുള്ള സ്വാമിമാരെ ചെന്ന് കണ്ട് പിന്നെ അവരെല്ലാം ഉടനെ തന്നെ വിടുന്ന രീതിയായിരുന്നു. കണ്ടു പോയി. അപ്പം അമൃതാനന്ദ സ്വാമി ചെന്ന് കണ്ടു. അമൃതാനന്ദ സ്വാമിക്ക് ഇവിടെ ഇത്രയും ചില്ല് തട്ടി തൊലി പോയിട്ടുണ്ട്. ഭയങ്കര ഷോക്കോടെ ഇടിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമോ, നട്ടിൽ കഷ്ടമുണ്ടാകുമോ എന്ന് വിഷമിച്ച് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് റിപ്ലൈ അറിയാൻ വേണ്ടി. രാവിലെ പ്രോഗ്രാമുണ്ട്. എല്ലാവരും ഇങ്ങനെ ശോകമുഖത്ത് ഇരിക്കുകയാണ്. അങ്ങനെ 2 മണിക്കൂർ അവിടെ ഇരുന്ന് ആ വണ്ടിയിലുണ്ടായ വേറൊരു മോൻ ആ മോൻ്റെ കാലൊടിഞ്ഞു എന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വേറൊരു വണ്ടിയിലുണ്ടായിരുന്നു. ഭാര്യയാണെങ്കിൽ ഭർത്താവൻ ശരീരം തൊടാനും സമ്മതിക്കത്തില്ല. ഭർത്താവിനെ കൊണ്ട് മുടിവിലും പറഞ്ഞുകൊണ്ട് തൊടാൻ നയിക്കാത്ത ആളാണ്. 2 പേര് 2 സ്ഥലത്താണ് താമസിക്കുന്നത്, ആശ്രമത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ ഭാര്യ കയറി ചെന്നപ്പോൾ ഈ ഭർത്താവെന്ന് പറഞ്ഞ ആൾ ചത്തതുപോലെ കിടക്കുകയാണ് ആശുപത്രി. അപ്പോൾ ഭാര്യ അദ്ദേഹത്തെ പേര് വിളിച്ചുകൊണ്ട് കുലുക്കി. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കുലുക്കുക. അപ്പോൾ ഇദ്ദേഹം ചത്തപോലെ കിടക്കുകയാണ്. അപ്പം സത്യത്തിൽ ഇദ്ദേഹം ചത്തതൊന്നുമല്ല, ഭാര്യയെ കണ്ടപ്പോൾ കണ്ണടച്ച് വേലയടിച്ച് കിടന്നതാണ്. ഭാര്യ ചത്തെന്ന് വിചാരിച്ചുകൊണ്ട് കുലുക്കി പേര് വിളിച്ചുകൊണ്ട് കുലുക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് അവിടുത്തെ നേഴ്സ് കയറി വന്നു.
നിങ്ങളുടെ കാലിലാണ് പരുക്കെന്ന് പറഞ്ഞില്ല, എവിടെയാണ് പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് കാല് പൊക്കി കൊടുത്തു. കാല് പൊക്കി ഇത് മാറ്റി കൊടുത്തു. ചത്ത പോലെ കിടന്നില്ല ഭർത്താവ്. അപ്പോൾ കണ്ണു തുറന്ന് ഒരു കൂസലും ഇല്ലാതെ ഇത് മാറ്റി കൊടുക്കുന്നുണ്ടപ്പോൾ, എടാ നിനക്ക് എവിടൊക്കെ മുറിഞ്ഞ് ചോര പോയാലും നിൻ്റെ ഉള്ളിൽ ആ വാസന പോകത്തില്ലോടാ, പോയില്ലല്ലോടാ എന്ന ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് പിന്നെ അപ്പം തന്നെ നേഴ്സ് ഇറക്കി, ഡിസ്ചാർജ് ചെയ്ത് ഇറക്കി, ഹസ്ബൻഡ് ഇറക്കി. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് വന്നു. പിന്നെ ഭാര്യ ഈ കാര്യം പറയാണ്. സുന്ദരിയായ നേഴ്സിനെ കണ്ടപ്പോൾ ഈ മനുഷ്യനെല്ലാം വന്ന്, ഈ മനുഷ്യന് എത്ര പൊട്ടി ചോര പോയാലും ഉള്ളിലെ വാസന പോയിട്ടില്ല അമ്മ. നമ്മുടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിഷമിച്ചിരുന്നവർ കിടന്ന് ചിരിക്കാൻ തുടങ്ങി. ഉള്ള വാസന കളയാൻ ശ്രമിക്കുക, അങ്ങനെ ഗുരുകൃപയ്ക്ക് പാത്രമാകുക. അതിനുള്ള മനഃശക്തിയും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പരമാത്മാവത്തെ മക്കളെ സമർപ്പിച്ചുകൊണ്ട്